السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات. قال الله عز وجل: شهر رمضان شهر كتب الله عليكم صيامه وسننت لكم قيامه ومن صامه وقامه إيمانا واحتسابا فمن صام وقامه إيمانا واحتسابا خرج من ذنوبه كيوم ولدته أمه. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, നോമ്പുകാരായ ഉമ്മമാരെ, അള്ളാഹു നമ്മെ അവൻ്റെ റഹ്മത്തിലേക്ക് ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കും അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ് പ്രത്യേക രക്ഷ അള്ളാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നാം നോമ്പ് നോക്കുകയാണ്. നോമ്പിൻ്റെ എല്ലാ വിധികളും നമ്മൾ പഠിച്ചു വച്ച് നോമ്പിന് കുറവുകളൊന്നും വരാത്ത നിലക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നോമ്പ് നാം സമർപ്പിക്കുകയാണ്. അവന് വേണ്ടി നാം ഭക്ഷണം ഉപേക്ഷിക്കുന്നു, വെള്ളം ഉപേക്ഷിക്കുന്നു, സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നു. പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു വ്രതം. ഇത് അള്ളാഹു അവൻ്റെ തൃപ്തി മേടിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. ഇതിലൂടെ അള്ളാഹു അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും നമുക്കും കുടുംബത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും ഏകുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാന് മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, അത് ഖുർആൻ ഇറക്കപ്പെട്ടതായിരിക്കുന്ന മാസമാണ്. ഹുദല്ലിന്നാസി, ജനങ്ങൾക്കു നേർമാർഗത്തിനുള്ള ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹിദായത്തും സത്യം അല്ലാത്തതിനെ വേർതിരിച്ച് കാണിക്കുന്നതുമൊക്കെ വ്യക്തമായി പറഞ്ഞ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ, അള്ളാഹു പറയാണ്, ഈ മാസത്തിൽ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ ഫൽ യസുംഹു, അവൻ നോമ്പ് നോക്കണം. എനിക്ക് കഴിയില്ലെങ്കിലോ മൻകാന മരീള, ആ സമയത്ത് അവൻ എന്തേലും രോഗമാണ്, നോമ്പ് നോക്കാൻ പറ്റാത്ത നിലക്ക് രോഗമാണ്. ഔ അലാ സഫരിൻ, നോമ്പ് നോക്കാൻ പറ്റില്ല, യാത്രയിലാണ്. എന്നാൽ അള്ളാഹു ഖുർആനിൽ പറയുന്നു ഫൈദത്തും മിൻ അയ്യാമിൻ ഉഖർ, അതിനെ മറ്റൊരു സമയത്ത് നാം നോറ്റുവീടണം. ആ എണ്ണം മറ്റു ദിവസങ്ങളിൽ നോറ്റുവീടണം. റമദാൻ കഴിഞ്ഞ ഉടനെ റമദാനിൽ നോക്കാൻ പറ്റാത്തതിനെ, ഇക്കൂട്ടത്തിൽ അശുദ്ധിയുള്ള സമയത്തുള്ള നോമ്പിനെയും ഉൾപ്പെടുത്തണം. റമദാൻ മാസത്തിൽ അശുദ്ധിയായാൽ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിനെ പിന്നീട് ഖളാ വീട്ടണം. നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണെങ്കിൽ, നിസ്കാരം ഖളാ വീട്ടാനില്ലല്ലോ, അത് ഒരാൾ ഖളാ വീട്ടാൻ തയ്യാറായാൽ അതിന് ശിക്ഷയാണ് കിട്ടുക. അള്ളാഹു കൽപ്പിച്ച പോലെ ചെയ്തോളണം. നോമ്പിനെ ഖളാ വീട്ടണം. അത് വീട്ടുമ്പോൾ തന്നെ 1 വർഷം സമയം അള്ളാഹു നമുക്ക് തരികയാണ്. ഈ റമദാൻ കഴിഞ്ഞിട്ട് നോക്കാൻ തുടങ്ങിയാൽ പോയ നോമ്പിനെ അടുത്ത റമദാനിൻ്റെ ഇടയിൽ തീർത്താൽ മതി. അത് ഇടയ്ക്കിടെ നോക്കിയാലും മതി. പക്ഷേ സുന്നത്ത് ഒറ്റയടിക്ക് നോക്കലാണ്. 6, 7, 8 ദിവസം തുടർച്ചയായി നോമ്പ് നഷ്ടപ്പെട്ട ഒരു സഹോദരിക്ക് അത് തുടർച്ചയായി നോക്കുമ്പോൾ കൂലി 2ആണ്. നോമ്പ് നോക്കിയ കൂലിയും കിട്ടി, ആ സുന്നത്തെടുത്ത കൂലിയും കിട്ടി. 7 ദിവസം ഒറ്റയടിക്ക് നോമ്പ് ഉമ്മാക്ക്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു പെരുന്നാളാക്കിയാൽ മതി. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്ന് പോകാത്ത സ്ഥലത്തേക്കെല്ലാം ഒന്ന് പോയാൽ മതി. 7 ദിവസമോ അല്ലെങ്കിൽ 8 ദിവസമോ തുടർച്ചയായി നോക്കൽ സുന്നത്താണ്. അപ്പോൾ ഒരു പുതിയ ഇൽമ കിട്ടിയല്ലോ.
തുടർച്ചയായി നോക്കൽ സുന്നത്താണ്. കാരണം എന്താ, അതിങ്ങനെ വെച്ചിട്ട് അവസാനം ശഅബാൻ തീരാനാകുമ്പോൾ അല്ലാ എൻ്റെ നോമ്പ് 3 ബാക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അങ്ങനെ ബാക്കിയായാലോ ഈ റമദാൻ മാസം അങ്ങ് കടന്നു, 3 നോമ്പ് ബാക്കി എന്ന് വിചാരിക്കുക. ആ നോമ്പിനെ ഈ റമദാനും കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നത്തെ റമദാൻ്റെ നോമ്പാണ് കേട്ടോ, അതിനെ നോറ്റ് വീടുക തന്നെ വേണം. അതോടൊപ്പം ഇത്രയും ഒരു വർഷക്കാലം സമയം തന്നിട്ട് വീട്ടാത്തവളാണെങ്കിൽ അതിനു പകരമായി പാവപ്പെട്ടവർക്ക് ഒരു മുദ്ദ് ഭക്ഷണം നൽകണം. മുദ്ദ് നൽകിയാൽ പിന്നെ നോമ്പ് വേണ്ടല്ലോ എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. ലേറ്റാക്കിയതിനാണ് മുദ്ദ്. നോമ്പിന് പകരം നോമ്പ് തന്നെ വേണം കേട്ടോ. നോമ്പ് അതിൻ്റെ ഖളാ വീട്ടി തീർക്കണമെന്ന് ഖുർആൻ ഇതാ കൽപ്പിക്കുന്നു. അത് കൊടുക്കുമ്പോൾ ഒരു മുദ്ദാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഒരു മുദ്ദ 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ചെറിയ കുഞ്ഞിൻ്റെ കൈയല്ല, നടുത്തരമായ കൈ, നമ്മുടെയൊക്കെ കൈ പോലത്തെ കൈ കൊണ്ട് ഇങ്ങനെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ഉളു കൊടുക്കാൻ, മുഖം കഴുകാൻ വേണ്ടി വെള്ളം കോരുന്നത് പോലെ അരി കോരിയാൽ ആ കൈൻ്റെ ഉള്ളിൽ നിറയുന്ന അരി എത്രയോ അതിനെയാണ് മുദ്ദായിട്ട് പറയുക. അതിന് ലിറ്റർ കണക്കിൽ പറഞ്ഞാൽ 800 ലിറ്ററാണ്. മില്ലി ലിറ്റർ 800 ml. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ അല്ലേ? അല്ല, 100 മില്ലി ലിറ്റർ, 1000 മില്ലി ലിറ്റർ അല്ലേ? അതിന് 200 കുറച്ചിട്ട് 1 ലിറ്ററിൻ്റെ കുപ്പി എടുത്താൽ അതിൽ വെള്ളം എത്ര നിറയും? അതിൽ നിന്ന് 200 വേണ്ടാന്ന് വെച്ചാൽ 800 മില്ലി ഒരു കുപ്പിയിൽ എത്ര വെള്ളം ഉണ്ടാവും? അങ്ങനെയാണ് അളന്നിട്ട് കണക്കാക്കൽ. തൂക്കുന്ന കണക്ക് പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണ് അതിൻ്റെ കനം വരിക എന്നറിയില്ല. ഇങ്ങനത്തെ ഒരു മുദ്ദിനെ 4 കുറിയാക്കുമ്പോഴാണ്, 4 വട്ടം 4 മുദ്ദാക്കുമ്പോഴാണ് ഒരു സ്വാ ആകുന്നത്. അതാണ് ഫിത്ർ സക്കാത്തിന് കൊടുക്കുന്നത്. അത് ആ സമയത്ത് നമ്മൾ ഓർത്താൽ മതി. ഇപ്പം പറയുന്നത് ഒരു നോമ്പിന് പകരം നിനക്ക് ഖളാ വീട്ടാൻ വൈകിയപ്പോൾ അതിനു പകരമായി ഒരു നോമ്പിനെ ഒരു മുദ്ദുപോലെ കൊടുക്കണം കേട്ടോ. അത് മാപ്പിളയോട് പറയാൻ പറ്റില്ല. പിന്നെ ആര് കൊടുക്കുന്നത്? ശറഹിൻ്റെ വിധി ഞാൻ പറയുകയാണ്. നിങ്ങൾ പറയുകയോ മാപ്പിളയോട് പറയുകയോ മകനോട് ചൊല്ലുകയോ അല്ല വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് പൈസ കടം വാങ്ങുകയോ എന്ത് ചെയ്താലും വേണ്ടില്ല. നിയമം പെണ്ണിൻ്റെ മേലിലാണ്. അതിൻ്റെ സ്വത്തെടുക്കൽ നിർബന്ധം. പെണ്ണിൻ്റെ സ്വത്തിൽ നിന്നാണ് അവളുടെ നോമ്പിൻ്റെ മുദ്ദ് വരുന്നത്. ഒരു ഭർത്താവ് പറയാണ്, നിൻ്റെ മുദ്ദിൻ്റെ കാര്യം എനിക്കറിയില്ല, നീ എന്താ നോക്കാത്ത? 1 കൊല്ലം സമയം കിട്ടിയിട്ട് ഞാൻ തരൂല പൈസ എന്ന് പറഞ്ഞാൽ അവനല്ലേ തെറ്റ്, മാപ്പിളക്ക് തെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളെ മേലിലാണ് അതിൻ്റെ. അപ്പം നമുക്ക് പൈസ ഇല്ലെങ്കിലോ ഉള്ള ആ സമയം വരെ നമുക്കത് കടമായി ബാക്കി നിൽക്കും. അതെപ്പോഴാ വീട്ടുന്നത്? നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് ആ കടം നീ വീട്ടിയില്ലെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് നഫ്സുൽ മുഅ്മിനി മുർഹനത്തുൻ ബിദൈനിഹി ഐ മുതഅല്ലഖും ബിദൈനിഹി. മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് സ്വർഗത്തിലേക്ക് എടുക്കണമെങ്കിൽ, അഥവാ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ സ്ഥലമായ റൂഹുകളുടെ സ്ഥലമുണ്ട് ഇല്ലിയീൻ. നരകത്തിൻ്റെ ആളുകളുടെ സ്ഥലമുണ്ട് സിജ്ജീൻ. അത് 7-ാം ഭൂമിൻ്റെ അടിയിലേതോ ഒരു ഗോളത്തിലാണ്. ഗോളങ്ങളായിട്ടല്ലേ ഭൂമിയുള്ളത്. നമ്മൾ ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ തിട്ടയെന്ന് വിചാരിച്ചാൽ ഇത് തിട്ടയല്ല. ഇത് ആകാശത്തിൻ്റെ ആ ഒരു സ്പേസിൽ ഒരു കുട്ടി ഒരു പന്ത് ആകാശത്തേക്ക് എറിഞ്ഞാൽ ആ പന്ത് ആകാശത്ത് പോയിട്ട് ഇങ്ങനെ പകുതിയിൽ നിന്നാൽ എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഭൂമി എന്ന് പറഞ്ഞ ഈ ഉണ്ടയിൽ നമ്മൾ ഉള്ളത്. ഇതിൻ്റെ അടിയിൽ എവിടെയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്ന ഏതോ ഗോളത്തിലാണ് നരകത്തിൻ്റെ സിജ്ജീൻ എന്ന സ്ഥലം. മുകളിൽ അർശിൻ്റെ ഭാഗത്തോ മറ്റോ ആണ് ഇല്ലിയീൻ. അവിടേക്കൊരു മൂമിനായ മനുഷ്യൻ്റെ റൂഹിനെ മലക്കുകൾ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങൾ അവൾക്ക് നൽകണമെങ്കിൽ അവളുടെ കടം വീട്ടിയിരിക്കണം കേട്ടോ. മുഅ്മിനായ മനുഷ്യൻ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, അവളുടെ കടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കടം, പെട്ടെന്ന് വീട്ടേണ്ട കടം,
ആദ്യം വീട്ടേണ്ട കടം അല്ലാഹുവിന് കൊടുക്കേണ്ട കടമാണ്. അതിൽപ്പെട്ടതാണ് ഈ ഒരു മനുഷ്യന് നോമ്പിൻ്റെയും മറ്റുമൊക്കെ വരുന്ന മുദ്ദുകൾ. മുദ്ദ് ഈ കൊല്ലവും കൊടുത്തില്ല, നോമ്പ് നോറ്റിട്ട് വീട്ടും. ഏത് ഒരു കൊല്ലം നോക്കാത്തതിൻ്റെ 3 നോമ്പ് ബാക്കിയായല്ല. ഇത് 3 ഞാനൊരു ഉദാഹരണം പറഞ്ഞ, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, 1 ആണെങ്കിൽ 1. അത് അടുത്ത റമദാനിൻ്റെ മുമ്പ് വീട്ടേണ്ടതായിരുന്നു, പക്ഷെ വീട്ടിയില്ല. അതിൻ്റെ പിറ്റത്തേക്ക് മാറ്റിയാൽ നോമ്പ് ഖളാ വീട്ടി എന്ന് വിചാരിക്കുക. മുദ്ദ് കൊടുത്തില്ല, പിറ്റേ കൊല്ലവും കൊടുത്തില്ല, അതിൻ്റെ പിറ്റേയും കൊല്ലവും കൊടുത്തില്ല, 3 കൊല്ലത്തോളം കൊടുത്തില്ല എന്ന് വിചാരിക്കാം. എന്നാൽ മുദ്ദിന് എണ്ണം വർദ്ധിക്കുകയില്ല. മുദ്ദിനെന്താവില്ല, ലേറ്റാക്കിയത് കൊണ്ട് വർദ്ധിക്കൂല. മുദ്ദ് ആ പിറ്റേത്തെ കൊല്ലം തന്നെ അവൾ ഒരു മുദ്ദ് വന്ന ആ സമയത്ത് തന്നെ നോമ്പ് ഖളാ വീട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുദ്ദ് 1 തന്നെ കൊടുത്താൽ മതി. 10 കൊല്ലം കഴിഞ്ഞാലും 1 തന്നെ കൊടുത്താൽ മതി. അതേസമയം അവൾ നോമ്പിനെയും വീട്ടിയിട്ടില്ലായിരുന്നു. നോമ്പ് ഖളാ വീട്ടാൻ 1 കൊല്ലം കൊടുത്തിട്ട് വീട്ടാത്ത അവൾക്ക് പിറ്റേ കൊല്ലം വീട്ടേണ്ടതായിരുന്നു. 1 മുദ്ദ് കൊടുത്താൽ മതിയായിരുന്നു. അക്കൊല്ലവും അവളത് മറന്നു, അല്ലെങ്കിൽ മറന്ന പോലെ ഇരുന്നു. പിന്നെയും അതാ 1 കൊല്ലം കഴിഞ്ഞു. എന്നാൽ പിറ്റേത്തെ 2ാമത്തെ റമദാനിന് ശേഷം അവൾ നോറ്റ് വീട്ടുമ്പോൾ 2 മുദ്ദ് കൊടുക്കണം. ലേറ്റാക്കിയതനുസരിച്ച്, എന്തിന്? നോമ്പിനെ ലേറ്റാക്കിയതിന് 2 മുദ്ദ് വരുന്നു. നോമ്പിനെ ലേറ്റാക്കുമ്പോഴാണ് മുദ്ദ് വർദ്ധിക്കുന്നത്. നോമ്പ് ആദ്യം തന്നെ ആ ഒരു പണിഷ്മെൻ്റ് 1 മുദ്ദ് വന്നപ്പോഴെന്നെ നോറ്റ് വീട്ടിട്ടുണ്ടെങ്കിൽ മുദ്ദുകൾ കൊല്ലം തോറും കൂടുകയില്ല. നോമ്പിനെ നോൽക്കാൻ വൈകുമ്പോഴാണ്, അന്ന് 1ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ആ സമയത്തുള്ള നോമ്പ് തീർന്നിട്ടില്ല, 15 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾക്ക് കുട്ടി 3 ആണ്, കൊല്ലം 10 ആയി. അന്നത്തെ മുദ്ദ് കൊടുത്തിട്ടില്ല. എന്തേ? അന്ന് നോറ്റ് വീട്ടിയിട്ടില്ല. ആ നോമ്പ് അങ്ങനെ ബാക്കിയാണ്. അവൾ പിറ്റേന്ത കൊല്ലത്തെ നോമ്പിൻ്റെയാണ് ഖളാ വീട്ടിക്കൊണ്ട് വരുന്നത്. ആ സമയത്തുള്ളത് അങ്ങനെ തന്നെ ബാക്കി. അതെന്താ ബാക്കി വെച്ചിനെന്ന് അവളോട് ചോദിക്കണം, എന്നോടാ ചോദിക്കുന്നു. അവൾ എന്തോ അത് മറന്നിട്ടോ, മസല അറിയാഞ്ഞിട്ടോ, അത് അള്ളാഹ്ക്ക് മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വെച്ചതാണ് എന്ന് വിചാരിക്കുക. എന്നാൽ 10 കൊല്ലം കഴിയുമ്പോൾ 10നെ 15നെ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അവളുടെ മുദ്ദിങ്ങനെ വർദ്ധിക്കും. ആ 150 മുദ്ദായിട്ട് മാറും, അല്ലേ? 15 മുദ്ദ് 10 കൊല്ലം കഴിയുമ്പോൾ എത്ര ആവും, അല്ലേ? 10 കൊല്ലം എത്ര? 15 150 ആവില്ല, അല്ലേ? 15 നോമ്പിൻ്റെ മുദ്ദ് ഓരോ കൊല്ലം വർദ്ധിക്കും. 2ാമത്തെ കൊല്ലം 30 ആവും, 3ാമത്തെ കൊല്ലം 45 ആവും. അങ്ങനെ പോയിട്ട് 150ഓളം ആയിട്ട് മാറും. അതുകൊണ്ട് മുദ്ദല്ല, നോമ്പിനെയാണ് പെട്ടെന്ന് നോറ്റ് വീടേണ്ടത്. ഇത് ഖളാ ആയ ആ കൊല്ലത്തിൽ തന്നെ അല്ല, 1 കൊല്ലം സമയം കിട്ടിയിട്ട് അതിനെ വീട്ടിയില്ലെങ്കിലാണ് ഖളാ, വീട്ടിയില്ലെങ്കിലാണോ? അതേസമയം നമുക്കൊക്കെ അറിയാവുന്ന ഒരു മസ്അലയുണ്ട്, അതൊന്നുകൂടി പറയാം. ഒരു ബർക്കത്തിനല്ലേ നമ്മൾ ഈ കേൾക്കുന്നത്, അറിയാത്ത വിഷയമൊന്നും അല്ലല്ലോ. ഇൽമിനെ വീണ്ടും വീണ്ടും 40 പ്രാവശ്യം ഒരാൾ കേട്ടിട്ട് അപ്പോൾ അവൾ പറയാണ്, ഇത് കേട്ട തന്നെ എന്ന് പറയുകയാണെങ്കിൽ ലൈസ ബി അഹ്ലിൽ ഇൽമി, അവൾ ഇൽമ് കേൾക്കാൻ പറ്റിയ ആളല്ല എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. 40 പ്രാവശ്യം കേൾക്കുമ്പോൾ ഇത് കേട്ട തന്നെ അല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവൾ ഇൽമ് പഠിക്കാൻ പറ്റിയ ആളല്ല. അപ്പോൾ എത്ര കേട്ടോ അത്രയും കൂലിയുണ്ട്. അള്ളാഹിൻ്റെ നിയമമല്ലേ, അത് കേൾക്കാൻ ഈ ജന്മമല്ലേ ഉള്ളൂ. ഖബറിലേക്ക് എത്തിയാൽ പിന്നെ അതിൻ്റെ അപ്പുറം കേൾക്കലും നിസ്കരിക്കലും ചെയ്യലും ഒക്കെ ഉണ്ടാ? ഇല്ല. അള്ളാഹു ഇത്രയും വലിയ പന്തലിട്ടിട്ട് നമ്മളെ ഇവിടെ യാത്രയാക്കിയിട്ട് മനുഷ്യനായ നമുക്ക് വേണ്ടിയിട്ടെല്ലാം പടച്ചു വെച്ചിട്ട് അവൻ്റെ വിധികൾ പറഞ്ഞിട്ട് ആ വിധി 2 പ്രാവശ്യം 3 പ്രാവശ്യം കേൾക്കുമ്പോൾ നിനക്ക് മടുപ്പാകുന്നുണ്ടെങ്കിൽ പിന്നെ എന്നാത്തിനാടാ നിന്നെ അള്ള പടച്ചത് എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അള്ളാഹിൻ്റെ നിയമങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ നിയമങ്ങൾ എന്ന സ്നേഹത്തോടെ കേൾക്കുക. ഒരു പെണ്ണ് അവൾ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അവൾ മുല കൊടുക്കുന്ന പെണ്ണാണ്, മുലയൂട്ടുന്ന പെണ്ണോ ഗർഭിണിയായ പെണ്ണോ അവളെ തടിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നോമ്പ് വിട്ടാൽ ഒരു കുഴപ്പമില്ല. അവൾ
ഈ ഹൈലുണ്ടായ പെണ്ണിന് അവൾക്ക് 7 നോമ്പ് വിട്ട ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ നോറ്റ് വീട്ടിയാൽ മുദ്ദ് കൊടുക്കണ്ടല്ലോ. അതേപോലെ ഇവളും കൊടുക്കണ്ട. കാരണം അവരവരെ തടിക്ക് കഴിയുന്നില്ല എങ്കിലല്ലേ അവൻ വിടാതിരിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് അവൾ വിട്ടത്. അപ്പം തടിൻ്റെതല്ല മാപ്പാക്കും. നമ്മളെ തടിക്ക് കഴിയുന്നില്ല, അതതിലുണ്ടെങ്കിൽ മുദ്ദ് കൊടുക്കണ്ട. അതിൻ്റെ കൂടെ കിടാനും വിചാരിച്ചെങ്കിൽ മോശമില്ല. ഒരു പെണ്ണ് വിചാരിക്കുകയാണ് എൻ്റെ തടിക്ക് കഴിയുന്നില്ല, ഞാൻ ഗർഭിണിയാണ്, പിന്നെ കിടാനും ബുദ്ധിമുട്ടാവുമല്ലോ. നോമ്പ് നോക്കുമ്പോൾ എൻ്റെ ചോരെല്ലാം കുറഞ്ഞിട്ട് കിടാൻ്റെ പൊക്കിളിലൂടെ അതേ ഉമ്മാൻ്റെ ചോര പോകുന്നുണ്ടല്ലോ കിടാവിലേക്ക്. അപ്പോൾ കിടാവിനും ബുദ്ധിമുട്ടാവുമെന്ന് അതിൻ്റെ ഒക്കത്തെ ചിന്തിച്ചു. മെയിൻ എന്താ, അവളെ തടിക്ക് കഴിയുന്നില്ല എന്നാണ് അവൾ ചിന്തിച്ചത്. അതിൻ്റെ കൂടെ കിടാവിനെയും കരുതിയാലും അവൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല. എപ്പോ? ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ കൊടുക്കേണ്ടതില്ല. ഒരു കൊല്ലത്തിലും വീട്ടിയില്ലെങ്കിലാ അത് മറ്റേ നിയമം പോലെ തന്നെ. ഹൈലുണ്ടായ സമയത്ത് അവൾ ഒഴിവാക്കിയ നോമ്പിനെ ഒരു കൊല്ലത്തിലും വീട്ടിയില്ലല്ലോ. ആ വീട്ടാത്തതിന് മുദ്ദ് അവൾക്ക് അള്ളാഹു കഫാറത്തായിട്ട് അതിനുള്ള ഒരു ശിക്ഷയായിട്ട് കൊടുക്കുന്നല്ലോ. അതേ നിയമം ഇതിലും വരും. അപ്പോൾ പ്രത്യേകമായ നിയമമില്ല. സ്വന്തം തടിക്ക് കഴിയുന്നില്ല, ഇനി മുല കൊടുക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് മുലപ്പാൽ കുറയും, കിടാവിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല അവളെ തടിക്കും ക്ഷീണാവും, അവൾക്ക് പ്രഷർ കുറയും, അവൾക്ക് ചോര കുറയും, അവളെ തടിക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന നിലക്ക് നോമ്പിൻ്റെ ആ റമദാനിൽ മുല കൊടുക്കുന്ന നല്ല സമയമാണ്. അതുകൊണ്ട് അവൾ നോമ്പ് നോക്കിയില്ല. അവളെ തടിയും കരുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ തടിയിൽ ബുദ്ധിമുട്ട് കരുതിയിട്ട് കൂടെ കിടാവിനെയും കരുതി എന്ന് വിചാരിക്കുക. കരുതിയാലും കരുതിയില്ലെങ്കിലും അവളെ തടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പിനെ വിട്ടതിൻ്റെ പേരിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല, അഥവാ ഫിദിയ കൊടുക്കേണ്ടതില്ല. അവൾ എന്തോ ചെയ്താൽ മതി, ആ ഒരു അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ അവൾക്ക് വേറൊന്നും ചിന്തിക്കണ്ട. അപ്പം മുദ്ദും നോമ്പ് ഖളാ വീട്ടലും രണ്ടും വരുന്നുണ്ടല്ലോ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ തന്നെ. അത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അവളെ തടിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവൾ ചിന്തിച്ചിട്ടില്ല. ഒരു ഗർഭിണിയായ പെണ്ണ് കിടാവിനെ പേടിച്ചിട്ട് മാത്രമാണ് നോമ്പ് നോക്കാത്തത്. കിടാവിന് ബുദ്ധിമുട്ടാവുന്നു ഡോക്ടർ പറഞ്ഞു. കുഞ്ഞിന് വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും ആവും, അത് ചെറിയ ഒരു ബുദ്ധിമുട്ട് വയറ്റിലുണ്ട് എന്ന് പറഞ്ഞിന്. ഓള് നല്ല ഉഷാറുണ്ട്, അവൾക്ക് നോക്കാൻ കഴിയും, അവൾക്ക് ബോധം കേടോ അവൾക്ക് എത്രാണമോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കുട്ടിക്ക് വേണ്ടി ഭയന്നിട്ടാണ് നോമ്പ് വിട്ടതെങ്കിൽ അവൾ പിന്നീട് ഖളാ വീട്ടുമ്പോൾ, അതേ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഖളാ വീട്ടുമ്പോൾ തന്നെ ആ റമദാൻ കഴിഞ്ഞ ശവ്വാൽ തന്നെ അവൾ വീട്ടിൽ നിന്ന് വിചാരിക്കുക പെരുന്നാൾ കഴിഞ്ഞിട്ട്, എന്നാലും നോമ്പിൻ്റെ കൂടെ ഒരു മുദ്ദ് അവൾ സദഖ ചെയ്യണം. അതുപോലെ തന്നെയാണ് മുല കൊടുക്കുന്ന പെണ്ണും. അവളെ പേടിച്ചിട്ടല്ല, അവളെ തടിക്കൊരു ബുദ്ധിമുട്ടും വരില്ല. കുട്ടിയെ വിചാരിച്ചിട്ടാണ് അവൾ നോമ്പ് നോക്കാതെ ഇരുന്നതെങ്കിൽ ഖളാ പിന്നീട് വീട്ടുമ്പോൾ മുദ്ദ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഖളാ വീട്ടലും മുദ്ദും രണ്ടും വരുന്നത് തടിയിൽ ബുദ്ധിമുട്ടില്ല, കുഞ്ഞിന് വേണ്ടി നോമ്പ് വിട്ടാൽ ആണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. രോഗിയോ യാത്രക്കാരോ ആണെങ്കിൽ പിന്നീട് ഖളാ വീട്ടിയാൽ മതി. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ടാക്കാൻ ഈ ദീനീ നിയമങ്ങളിൽ ഒന്നുമില്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹ്ക്ക് ഒരു തീരുമാനവുമില്ല. വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ 30 അല്ലെങ്കിൽ 29 പൂർത്തിയാക്കിയാൽ മതി. അതെത്രയാണോ കിട്ടുന്ന അത്ര നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. എന്നിട്ട് വലിതുകബ്ബിറുല്ലാ, ഒരു മാസമല്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോ. ഹലാമാ ഹദാക്കും, നിങ്ങളെ ഈ പരിശുദ്ധ ദീനിൽ ഹിദായത്താക്കിയതിൻ്റെ പേരിൽ തക്ബീർ ചൊല്ലി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മൈലാഞ്ചിയിട്ട് കൊണ്ട് നിങ്ങൾ പെരുന്നാളാക്കിക്കോ. വലഅല്ലക്കും തഷ്കുറൂൻ, ബാക്കി 11 മാസം നിങ്ങൾ സമ്പുഷ്ടമായി സുഭിഷ്ടമായി ഭക്ഷിച്ചതിൻ്റെ ഒരു നന്ദിയായിട്ട് ഒരു മാസം എനിക്ക് നിർബന്ധമായി നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് വളരെ മയത്തോടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്.
അപ്പോൾ ഞാനീ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു മൈലാഞ്ചി എന്ന് പറഞ്ഞല്ലോ. മൈലാഞ്ചിൻ്റെ മസാല അറിയാലേ? പെരുന്നാൾക്ക് മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ പെരുന്നാളാകുമോ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. മൈലാഞ്ചിൻ്റെ മസാല അത് വന്നില്ലെങ്കിൽ ഒരു പാങ്ങില്ല. വെറും നോമ്പിൻ്റെ മസാല മാത്രം കേട്ടിട്ട് ഇതിനാ വന്നത്. മൈലാഞ്ചിക്ക് മസാല ഉണ്ട്. നിങ്ങൾ അറിയാത്തൊരു മസാല ഞാൻ പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയ മൈലാഞ്ചിൻ്റെ മസാല ഞാൻ ആദ്യം പറയാം. നിങ്ങൾ ചിലപ്പോൾ അറിയാത്തൊരു മസാല കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കൂട്ടാം. മൈലാഞ്ചി ചെറിയ കുഞ്ഞുങ്ങൾക്കത് ഒരു ഭംഗിയാണ്. അത് വിട്. പ്രായപൂർത്തിയായ ഹൈള് തുടങ്ങിയ പെണ്ണ്, അവൾ, അതുപോലെ തന്നെ ഭർത്താവ് നാട്ടിലില്ലാത്ത പെണ്ണ്, അവൾ ഒരിക്കലും മൈലാഞ്ചി ഇടാൻ പാടില്ല. മനസ്സിലായില്ലേ? മദ്രസയിലിരുന്ന പിള്ളേർ ഹൈള് തുടങ്ങിയ പെണ്ണുങ്ങളാണെങ്കിൽ അവർ പെണ്ണുങ്ങളാണ്, അവർക്ക് മൈലാഞ്ചി ഇടാൻ പാടില്ല. അതേസമയം ഭർത്താവ് നാട്ടിലുള്ള പെണ്ണിന്, ആ പെണ്ണിന് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. കാരണം പെണ്ണ് ഭംഗിയാവേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ്. ഭംഗിയാകുന്നതിൻ്റെ ഭാഗമാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയും മൈലാഞ്ചി ഇടാവോ? ഈ സുന്നത്തായ പെണ്ണെന്നെ ഇങ്ങനെ ഓരോ കള്ളി വരച്ചിട്ട് പുള്ളിയിട്ടിട്ട് ചിത്രങ്ങളാക്കിയിട്ട് അതിനെ ഓരോ സൈത്താൻ്റെ തല പോലെ ആക്കിയിട്ട് പറയുന്നതല്ല കേട്ടോ, മനസ്സിലാക്കാൻ പറഞ്ഞാണ്. ഇങ്ങനെ ഇടൽ കറാഹത്താണ്. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത പുതിയ മസാല പറഞ്ഞു. അറിഞ്ഞോറുണ്ടെങ്കിൽ പറയണ്ട. അറിയാത്തൊരു മസാല. മാപ്പിളുടെ സമ്മതം ഉണ്ടെങ്കിലും മാപ്പിള പറഞ്ഞു നീ അങ്ങനെ മൈലാഞ്ചി ഇടുന്ന ഇഷ്ടം, നീ എന്നിട്ട് ഒരു പകവരി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ വെക്കുന്നത്, നീ ആ അപ്പുറത്തെ അക്കടാട് പോയിട്ട് അവൾ ഇത് ഫാഷൻ ഡിസൈന് പഠിച്ച പെണ്ണാണ്, അവളോട് ഇങ്ങനെ വെപ്പിച്ചിട്ട് വാ. അങ്ങനെ നീ മാപ്പിളക്ക് വേണ്ടി തന്നെ വെച്ചിട്ട് വന്നാലും അത് സുന്നത്തിന് എതിരാണ്. സുന്നത്തിൻ്റെ കൂലി ഇല്ലാതാവും, സുന്നത്ത് കിട്ടൂല. നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ഉസ്താദ് എന്താ ഈ പറയുന്നേ? സുബ്ഹാനല്ലാഹ്, കളം വരക്കൽ, ചിത്രപ്പണി നടത്തൽ എല്ലാവർക്കും കറാഹത്താണ്. കയ്യിൽ ചിത്രപ്പണി നടത്തിയതിന് സുന്നത്ത് കിട്ടൂല. പണ്ടത്തെ പോലെ ഒന്ന് അമർത്തി കയ്യിലേക്ക് മൈലാഞ്ചി ഉണ്ടയാക്കി വെക്കലല്ലാതെ, നേരെ അങ്ങ് കൈ മുഴുവനും മൈലാഞ്ചി വെക്കലല്ലാതെ നമുക്ക് വേറെ മൈലാഞ്ചി മസാലയില്ല. ഇനി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെയാണ് ഒരു പെണ്ണ് കളം വരച്ചത് എങ്കിൽ അത് ഹറാമാണ് കേട്ടോ. കളം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈൻ മോഡലിൽ പല വൃത്തിയില്ലാത്ത മോഡൽ. വൃത്തി എന്ന് പറയാൻ പറ്റില്ല, അതങ്ങനെയാണ് അതിൻ്റെ നിയമം. അതെന്താ അള്ളാഹിൻ്റെ നിയമം നമ്മൾ പറയാമെന്നല്ല എന്ത് നമുക്ക് പറയാൻ പറ്റുമോ? അത് അള്ളാഹ് കേൾക്കണം. എന്ത് സുബ്ഹാന റബ്ബി. വേറൊരു മസല കൂടി പറയട്ടെ. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിയ പെണ്ണിന്, അത് ബാല്യക്കാരത്തിയായാലും മാപ്പിള ഇല്ലാത്ത പെണ്ണായാലും ശരി, മാപ്പിള മരിച്ച പെണ്ണായാലും ശരി, ബാല്യക്കാരത്തിയായാലും വയസ്സായ ഉമ്മയായാലും ശരി, ഏത് സൂഫിയത്തായ പെണ്ണാണെങ്കിലും, മാപ്പിള ഉള്ള പെണ്ണാണെങ്കിലും ഇല്ലാത്ത പെണ്ണാണെങ്കിലും വലിയത്താണെങ്കിലും, അവൾക്ക് ഉംറ ഹജ്ജ് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഹജ്ജ് ഉദ്ദേശിച്ചാൽ കൈക്കും മുഖത്തിനും മൈലാഞ്ചിയിടൽ സുന്നത്താണ്. അതെന്തിനും പെട്ടെന്ന് നാളെ തിരിയാതിരിക്കാനാണ്. കാരണം എന്താ, മുഖവും കൈയും ഒക്കെ നല്ല ചേലുണ്ടെങ്കിൽ ആ ചേല് ഇല്ലാതാവാനാണ് ആ മൈലാഞ്ചി. അപ്പോൾ കൈയും മുഖവും തുറന്നിട്ടാണ് ഒരു പെണ്ണ് ഹജ്ജിന് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് മുഖം മറക്കാൻ പാടില്ലാത്ത സമയമാണ്. മുങ്കയും മുഖവും നിസ്കാരത്തിൽ തുറന്ന പോലെ നിന്റെ വീട്ടിൽ നിസ്കരിച്ച നീ ഇനി ആ നിസ്കരിച്ച കഅബ കാണാൻ ആണുങ്ങളെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് നിന്റെ കൈക്കെന്തെങ്കിലും മെത്തണം, ആ കൈൻ്റെ രൂപം മാറണം, മുഖത്തേക്ക് ഇടലും സുന്നത്താണ് എന്നാണ് പറയുന്നത്. മസ്അല പറഞ്ഞു എന്ന് മാത്രം. അത് ചെയ്യൽ ആളുകളുണ്ടോ പറയലുണ്ടോ അതെല്ലാവർക്കും അറിയുന്നതാണോ അതൊന്നും എനിക്കറിയില്ല. ഉള്ള മസ്അല ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു ഈ റമദാൻ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ പത്തിൽ നമ്മെ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. തൗബ അവസാനത്തെ പത്തിലേക്ക് വെക്കുന്ന ആളുകളുണ്ട്. തൗബ ചെയ്യേണ്ടത് അവസാനത്തെ പത്തിലാണ്. തൗബ എപ്പോഴും ചെയ്യണമെന്നല്ലേ?
ഈ റഹ്മത്തിൻ്റെ 10 തന്നെ തൗബ ചെയ്യാം. അള്ളാഹുവേ, ഞങ്ങൾ ഇതുവരെ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ ഞങ്ങളിതാ നിന്നോട് ഖേദിച്ചു പേടിച്ച് നിന്നിലേക്ക് മടങ്ങി നിർത്തുകയാണ്. ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾ അവസാനിക്കാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. തൗബ ആയി. ഇത് 4 ഷർത്ത്, 3 ഷർത്തായി. എൻ്റെ തൗബൻ്റെ 3 ഷർത്തിൽ വന്ന് എന്തല്ലോ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഒരു ഖേദം, ഖേദിച്ചു മടങ്ങുക, ചെയ്തത് തെറ്റായി എന്നുള്ളൊരു ബോധം വരെ. തെറ്റായി എന്ന് ബോധം പറഞ്ഞു. അപ്പോൾ ഹറാമ ഹലാലാന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് തെറ്റ് എന്നറിയും. എപ്പോഴും മ്യൂസിക്കിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരാൾ ഇതൊരു തെറ്റ് എന്ന് അറിഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് തൗബ ചെയ്യുന്നത്? അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഇൽമു പഠിക്കണം. ഇൽമു തൗബയുടെ ഒരു വാതിലാണ്. കാരണം എന്താ? അത് തെറ്റാണെന്നും അതിന് ഇന്ന ശിക്ഷയുണ്ടെന്നും അള്ളാഹ്ക്ക് ഇത്ര ദേഷ്യം അതിൽ വരുമെന്നെല്ലാം പഠിക്കുമ്പോഴല്ലേ ഖേദം വരിക. ആ ഖേദമാണ് 1-ാമത്തെ ഷർത്ത്. തൗബൻ്റെ 2-ാമത്തെ ഷർത്ത് എന്താ? വിട്ടു നിൽക്കൽ. അതിനത് സ്റ്റോപ്പാക്കൽ. അറിഞ്ഞ് ഖേദിച്ച് ഇനി സ്റ്റോപ്പാക്കി. 3-ാമത്തത് എന്താ? ഇനി മേലിൽ ചെയ്യില്ലെന്നുള്ള ഒരു ശക്തമായ തീരുമാനം അവൻ്റെ ആ ദോഷത്തിൻ്റെ മേൽ അവൻ എടുക്കുക. ദോഷത്തിനെ തലാക്ക് ചെല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യന് അത് കഴിയില്ല. മനുഷ്യനെ പിന്നെയും പിന്നെയും വേട്ടയാടുന്ന ശൈത്താൻ അവനെ വേണ്ടാധീനങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിനാണ് അള്ളാഹു ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 വച്ചത്. 3 ഷർത്ത് പാലിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും തെറ്റ് ചെയ്തു പോകുമല്ലോ. അതിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുണ്ട് കേട്ടോ. അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുമെന്ന് കാണിക്കാനാണ് 1-ാമത്തെ 10 വെച്ചിട്ടുള്ളത്. അള്ളാഹു റഹ്മത്തുള്ളവനാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അവൻ്റെ തടിക്ക് കഴിയാത്തതിനെ അള്ളാഹ് അവനോട് നിർബന്ധിക്കൂല എന്ന് ഖുർആൻ പറയുകയാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി അങ്ങോട്ട് കേൾക്കുമ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്ന രൂപത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവൻ്റെ തടിക്ക് കഴിയാത്തതിനെ അവനോട് നിർബന്ധിക്കൂല. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ രോഗിയായി, ഒരു മനുഷ്യൻ വയസ്സായി, അവനെന്ത് ചെയ്യുന്നില്ല? നോമ്പ് നോക്കാൻ കഴിയുന്നില്ല. നോമ്പ് നോക്കാൻ കഴിയാത്ത മനുഷ്യനോട് അള്ളാഹ് നോമ്പിനെ നോക്കാൻ പറയുന്നില്ല, പിന്നെ ഖളാ വീട്ടാനും പറയുന്നില്ല. വയസ്സായിട്ട് ഇനി നോമ്പ് നോക്കാൻ പറ്റൂല, അല്ലെങ്കിൽ രോഗിയാണ്, അവൻ്റെ കിഡ്നി അപായത്തിലാണ്, അപകടത്തിലാണ്, കിഡ്നി പോയിട്ടുണ്ട്. അള്ളാഹു സലാമത്ത് നമുക്കും കുടുംബത്തിനും മക്കൾക്കും നൽകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഫളിഹത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആയിന്ന് വിചാരിക്കുക അവന് നോമ്പ് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവൻ്റെ നോമ്പിൻ്റെ ഓരോ മുദ്ദ് കഴിയുമെങ്കിൽ കൊടുക്കുക. കഴിയുമെന്ന് പറഞ്ഞാൽ അവന് അതിനും പൈസ ഇല്ല, അവന് എന്താ ചെയ്യുക? അപ്പോൾ അവനെപ്പോൾ അവന് പൈസ കിട്ടുന്ന അപ്പം അതിൻ്റെ കൊടുത്താൽ മതി. അവൻ്റെ ദിമ്മത്തിൽ, അവൻ്റെ തലയിൽ അതൊരു കടമായി ബാക്കി നിൽക്കും. കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു അത് മാപ്പാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വയസ്സായ ഉപ്പ, അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല, ഉറപ്പല്ലേ? ഉമ്മാക്ക് ശരിക്ക് ശ്വാസമുണ്ട് എന്നല്ലാണ്ട് ഒന്നിനും പറ്റൂല. അത്രയും വയസ്സായൊരു ഉമ്മയോ ഉമ്മാമയോ ഉണ്ട്. അവർക്കും റമദാൻ മാസത്തിൽ ഒരു കടമയുണ്ട്. അവരുടെ പേരുള്ള മുദ്ദ് അഥവാ ഒരു കയ്യിൽ വാരുന്നത്ര 800 മില്ലി അരി, നാട്ടിലെന്താണോ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ആ ഭക്ഷണം, അതിൻ്റെ പൈസ കൊടുത്താൽ പറ്റൂല. ആ മുദ്ദ് തന്നെ ഭക്ഷണ സാധനം അവൻ ആ ഒരു നോമ്പിനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ സമയമാകുന്നത് ഓരോ ദിവസവും നോമ്പ് ആരംഭിക്കുന്ന സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടിയാണ്. വയസ്സായ ഉപ്പ, അയാൾക്ക് സുബഹി കൊടുത്താൽ അന്നത്തെ നോമ്പിൻ്റെത് അന്ന് ആ സുബഹിക്ക് തന്നെ കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, 30 നോമ്പിൻ്റെ ആദ്യമേ കൊടുത്ത് വീട്ടിയാൽ ആ 30 ദിവസം അയാൾ ഉണ്ടെങ്കിലാണ് ആ വാങ്ങിയ ആൾക്ക് അത് വാങ്ങൽ പിന്നെ അവകാശമായി മാറുക. 30 ദിവസത്തിന് മുമ്പ് അയാൾ മരിച്ചാൽ ആ ബാക്കി 15 അല്ല ബാക്കി എത്ര അതിനെ തിരിച്ചു വാങ്ങുകയും ചെയ്യാം.
അപ്പോൾ ഓരോ ദിവസവുമാണ് അതിൻ്റെ നിർബന്ധം വരിക. നേരത്തെ ഒരു മാസത്തിൻ്റെ കൊടുത്ത് വീട്ടിയാൽ ആ സമയമാകുമ്പോൾ അതിനനുസരിച്ച് അത് വീടിക്കൊണ്ട് പോകുന്നല്ലാതെ നിർബന്ധമാവുന്നത് ഓരോ ദിവസവും നോമ്പ് തുടങ്ങുന്ന സമയത്താണ്. വയസ്സായ ആൾക്കും അങ്ങനെയാണ്, രോഗിയായ ആൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കൊരു മസല എത്ര പറഞ്ഞങ്ങ് തിരിയാത്തൊരു മസല ഉണ്ട്. ഒരാൾ പണ്ട് എന്നോട് ചോദിച്ചു, ഉപ്പാൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് റമദാനിൽ എന്തായാലും നോമ്പ് വെക്കാൻ പറ്റൂല, അപ്പോൾ ഞാൻ മുദ്ദ് കൊടുക്കട്ടാന്ന്. ഉപ്പ എന്ത് മിരിച്ച ഉപ്പായിന് ഹാർട്ട് ഓപ്പറേഷനായ ആൾ പിന്നെ നല്ല ആഫിയത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഇപ്പോഴേ ഉപ്പാൻ്റെ കാര്യം തീരുമാനിച്ച പോലെ ഉണ്ടല്ലോ. ഉപ്പ ഇപ്പം രോഗിയാണ്. ഏത് രോഗി? നിത്യരോഗിയല്ല. ഞാൻ നേരത്തെ കിഡ്നി പോയ രോഗിൻ്റെ പറഞ്ഞത് അത് റീക്കവറാകാൻ പറ്റാത്ത രോഗങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് ഇപ്പോൾ അറിയപ്പെട്ട രോഗമാണ്. അവന് പിന്നെ നോമ്പ് വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നിത്യരോഗി എന്ന് പറയാൻ കാരണം. ക്ഷയം പിടിച്ച് വാദം പിടിച്ച് കിടക്കുന്ന ആൾ, അയാൾ നിത്യരോഗിയാണ്. ആൾക്ക് എന്തെങ്കിലും കറാമത്ത് കൊണ്ട് ആരെങ്കിലും വലിയ ബർക്കത്തിൽ സുഖമായാൽ അയാൾ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. കാരണം എന്താ? ആ സമയത്ത് ആൾക്ക് നിർബന്ധമില്ലായിരുന്നു, മുദ്ദായിരുന്നു കൊടുക്കേണ്ടത്. മുദ്ദ് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളെ നോമ്പ് മറ്റുള്ളവർ നോക്കാനും പാടില്ല. ഉപ്പാൻ്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ അയാൾ ജീവിച്ചിരിക്കെ നോക്കാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മസല വേറെയാണ്. അയാളെ തൊട്ട് കുടുംബക്കാർ നോക്കാം. അതിന് കുടുംബക്കാരെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നോക്കാം. വേറെ ആർക്കെങ്കിലും എൻ്റെ ഉസ്താദിൻ്റെത് എൻ്റെ കുടുംബമല്ലല്ലോ ഉസ്താദ്, ഞാൻ എൻ്റെ ഉസ്താദിന് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അവരെ സമ്മതമില്ലാതെ നോക്കാൻ പാടില്ല. അതുപോലെ ജീവിച്ചിരിക്കുന്ന ആൾ ഹയാത്തിലുണ്ട്, മരിച്ചിട്ടില്ല, അയാൾ നിത്യരോഗിയാണെങ്കിൽ അയാളെ നോമ്പ് ഞാൻ നോക്കൽ ഹറാമാണ്. കാരണം അയാൾക്ക് അതിൻ്റെ നിയമം വേറെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മുദ്ദാണ് കൊടുക്കേണ്ടത്. അതേസമയം ഹാർട്ട് ഓപ്പറേഷനായ ഈ ഇയാൾ നിത്യരോഗിയാണോ? അല്ല. ഇയാൾ 2-3 മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാം. ഈ 1 മാസത്തെ നോമ്പിനെ പിന്നെ നോക്കിയാൽ മതി. മുദ്ദ് കൊടുക്കേണ്ടതില്ല. അവരൊന്ന് മുദ്ദും കൊടുക്കുന്ന പിന്നെ നോക്കുമെന്ന്. എന്തിന്? ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടാക്കുന്നത് എന്തിന്? ഇനി മുദ്ദ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മസല പറയാം. എല്ലാം പറയണമല്ലോ, കുറേ വാല് പറയാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിനേക്കാളും നമുക്ക് ആവശ്യമുള്ളത് മസല അല്ലേ. വാല് നമുക്കിപ്പോൾ നേരത്തെ ഞാൻ വെച്ച് തന്നില്ല, യൂട്യൂബെല്ലാം തുറന്നെങ്കിൽ എത്രയും വാലുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് കുറച്ച് പറയാം. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിർത്തണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം അരമണിക്കൂർ പോയി കിട്ടി. മുദ്ദ് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും നമ്മൾ പഠിക്കണം. അത് ആ സമയം വരുമ്പോഴാണ് ഓരോരുത്തർ ചോദിക്കുക. എൻ്റെ വലിയ ജ്യേഷ്ഠത്തിയുണ്ട്, മൂത്തോള്, ഓള് ഇടയ്ക്കിടയ്ക്ക് അത് വിളിച്ചിട്ട് ചോദിക്കലാണ്. എത്ര പറഞ്ഞു കൊടുത്താലും അറിയില്ല. അത് അവരോട് ആരെങ്കിലും ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും പറയുന്നതായിരിക്കും. അത് അവരിങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്. മുദ്ദിൻ്റെ വിഷയം കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. കൊടുക്കേണ്ടത് സക്കാത്തിൻ്റെ എല്ലാ അവകാശികൾക്കും കൊടുത്താൽ വിടൂല. പിന്നെ സക്കാത്തിൻ്റെ ആദ്യത്തെ 2 അവകാശികൾ മാത്രമേ മുദ്ദിന് അവകാശിയായിട്ട് വരുന്നുള്ളൂ. അതാരൊക്കെ? ഫക്കീർ ആൻഡ് മിസ്കീന്. ആൻഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ആൻഡ് എന്നിട്ട് ഒരാളില്ല കേട്ടോ. അപ്പോൾ ഫക്കീറും മിസ്കീനും എന്നാണ് ഞാൻ പറഞ്ഞത്. ഫക്കീർ എന്തും കഴിയാത്ത, പുരയിൽ തിന്നാനും കുടിക്കാനില്ലാത്ത പുര, അതാണ് ഫക്കീർ. 100 ആവശ്യമുള്ളിടത്ത് അതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. മിസ്കീന് പാവപ്പെട്ടവൻ, അഥവാ കുറച്ചേ അവന് കിട്ടുന്നുള്ളൂ. അവന് 100 വേണ്ടി അടുത്ത് 25 കിട്ടുന്നുള്ളൂ. ബാക്കി 25 കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വയറു പട്ടിണിയായിട്ടോ വില കുറഞ്ഞ മീൻ വാങ്ങിയിട്ടോ ജീവിക്കണം. എന്തെങ്കിലും രോഗം വന്നാൽ ബാക്കി വെക്കാനില്ല. ശമ്പളത്തിൽ നിന്ന് ബാക്കി വെക്കാനില്ലാത്ത ആളുകൾ ഉസ്താദുമാർ എന്ന് പറയും. ഉസ്താദ്മാരുടെ ശമ്പളം ഒരു അളവാണ്. അത് അള്ളാഹു അങ്ങനെ ആക്കിയതാണ്. കാരണം കുറേ തുള്ളണ്ടാന്ന് വിചാരിച്ചിട്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഉസ്താദുമാർ അവരെ ശമ്പളത്തിൽ 4 മക്കളോ 5 മക്കളോ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഫീസും അരിയും, ഇടയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അതിനെടുത്ത് നോക്കുമ്പോൾ 1 മാസത്തത് അടുത്ത മാസത്തിൻ്റെ പാതിയാകുമ്പോൾ തന്നെ മേങ്ങിയിട്ടുണ്ടാവും ശമ്പളം. അങ്ങനെ ഒപ്പിച്ച് പോകേണ്ടതാണ്. ചിലപ്പോൾ കണക്കാകുന്ന അങ്ങനെ മത്തി ഉസ്താദുമാരുടെ സമ്പത്താണ്. അയക്കുറയോ? പാവപ്പെട്ടവൻ്റെ അയക്കുറയാണ് അയിലെന്ന് പറഞ്ഞില്ലേ?
പാവപ്പെട്ടവർക്ക് അയക്കുറ വാങ്ങാൻ കഴിയില്ല, അതിന് പകരം അയല. അത് ഉസ്താദ്മാരെന്ന് ഞാൻ ഉസ്താദായതുകൊണ്ട് പറഞ്ഞേ. ഇനി കൂലി പണിക്കാരായ ആൾ, ഹോട്ടലിൽ പണിക്കുള്ള ആളായാലും ചെറിയ ശമ്പളത്തിൽ ഗൾഫിൽ, നമ്മൾ ഗൾഫിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്ന് വിചാരിച്ചാൽ ഇല്ല, ചെറിയ ശമ്പളത്തിനുള്ള എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഗൾഫുകാരായ മിസ്കീനുമാരാണ്. എന്താ ചേരെ എന്തില്ല. അപ്പോൾ അതേ മിസ്കീനായ മനുഷ്യന് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സമ്പത്ത് മതിയാകാത്ത ആള്, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. അവർക്ക് ബാലൻസ് ഇല്ല. അവർ സ്കൂട്ടർ വാങ്ങിയനല്ലോ, അത് എങ്ങനെ എല്ലാം ആക്കിയിട്ട് എപ്പോഴോ വാങ്ങിയതാണ്. കാറുണ്ടല്ലോ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഒരു 30,000 രൂപ 40,000 രൂപ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വാങ്ങാൻ ആർക്ക് കഴിയാത്ത. അതേസമയം അവർക്ക് വിചാരിച്ച പോലെ പൈസ ബാങ്കിൽ വെക്കാനോ ബാക്കി വെക്കാനോ, ഒരു രോഗം വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാനോ, ഒരു ഓപ്പറേഷൻ വന്നാൽ അതിന് വേണ്ടി എടുത്തു വെക്കുന്ന പൈസയോ, ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ ശമ്പളത്തിൻ്റെ ജോലിയില്ലാത്ത എല്ലാ ആളുകളെയും മിസ്കീനിൽ പെടുത്താം. ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്ത. അപ്പോൾ ഫക്കീർ മിസ്കീൻ രണ്ടാക്കി എന്തിന്? ഞമ്മ എല്ലാം ഒന്നിൽ തന്നെ ആക്കുന്നു. ഫക്കീറിലാണ് ഞമ്മ എല്ലാവരെയും പെടുത്തുന്നത്. അവർക്ക് പണിയുണ്ടല്ലോ, അവർക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ, ഒരു 10 തെങ്ങുണ്ടല്ലോ, 10-20 കവുങ്ങുണ്ടല്ലോ മുതലാളിയായ. പിന്നെ അള്ളാഹ് 2 പറഞ്ഞതിന് അള്ളാഹ്ക്ക് ഫക്കീർ തന്നെ പറഞ്ഞാൽ പോലെ. അള്ളാഹു ഫക്കീർ ആൻ്റെ മിസ്കീന് പറഞ്ഞില്ലേ? ഈ ആൻ്റെ അവിടെ അല്ലേ വരുന്നത്? എന്തിനാണ് 2 പറഞ്ഞത്? അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളും അതിൽ പെടുത്താൻ വേണ്ടിയാണ്. അവർക്ക് ഒരു കെട്ട് അരി കിട്ടിയാൽ ലാഭമാണ് അവർക്ക്. ഈ മാസത്തെ ഒരു 50 ഉറുപ്പ ബാക്കി വെക്കാല്ല, മറ്റേലേക്ക് എടുത്തു വെക്കുക. ഏത് ആ പാവപ്പെട്ട പിന്നെ നമ്മളെ മോന് കുറേ നാളായി ഒരു പെട്ടി വേണം, ദർസിലുള്ളവന് ഒരു പെട്ടി വാങ്ങണം എന്നല്ല, അതിനൊരു 50 ഉറുപ്പ വെച്ചിട്ട് ഒരു 3-ാമത്തെ മാസത്തിൽ ഒരു പെട്ടി വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചതിലേക്ക് വെക്കാം എന്ന് അവൻ ചിന്തിക്കുമല്ലോ, മിസ്കീനായ മനുഷ്യൻ. അപ്പോൾ ഒരു കെട്ട് അരി കൊടുക്കുമ്പോൾ അതിനെ ഒരു മുദ്ദ് എന്നല്ലേ പറയാം, കയ്യിലിങ്ങനെ പാരുന്നത്ര. അങ്ങനെ കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണമെന്നുള്ളതിന് ആദ്യം മറുപടി അറിയാം. അത് ഫക്കീറിനും മിസ്കീനുമാണ് കൊടുക്കേണ്ടത്. നാട്ടിലുള്ള ഫക്കീർ മിസ്കീൻ തന്നെ ആണോന്നില്ല, ഏടുള്ള ഫക്കീർ മിസ്കീനും കൊടുക്കാം. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? സക്കാത്തിൻ്റെ ബാബിൽ നാട്ടിലുള്ളവർ ഇല്ലെങ്കിലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകലും. നാട്ടിലേക്കാരൻ വന്നിട്ട് വേങ്ങുന്നെങ്കിൽ അതിന് കൊണക്കടില്ല. നമ്മളെ ഫിത്ർ സക്കാത്തിൻ്റെ മസാലയിൽ നമ്മളെ ബായിച്ചെന്ന് പറഞ്ഞാൽ അറിയില്ല, കല്യാണം കഴിച്ച് കൊടുത്താൽ അങ്ങ് ബോളിയാറിൽ എന്ന് വിചാരിക്കും, എൻ്റെ ഓർമ്മയുള്ളൊരു നാട് ചെല്ലി കേട്ടോ. ആ നാട്ടിലേക്ക് വായിച്ചിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതേസമയം വൈകിട്ടോള് വരും കിടാക്കളെയും കുഞ്ഞിനെല്ലാം വിളിച്ചോണ്ട്. എന്നാൽ ആ സമയത്ത് കൊടുക്കാൻ നമ്മളെ മോൾക്ക് കൊടുക്കാമല്ലോ, നമ്മൾ ചിലവിലില്ലല്ലോ, വേറെ ഉള്ളതല്ലേ. അപ്പോൾ അവൾ വന്നാൽ കൊടുക്കാം, അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സക്കാത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. ആവശ്യമില്ലാതെ എന്ന് പറയാൻ കാരണം ഇവിടെ ആരും ഫക്കീറും മിസ്കീനും ഇല്ല, സക്കാത്തിൻ്റെ അവകാശമില്ല, അപ്പോൾ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മസ്അല. ഈ മുദ്ദിൻ്റെ വിഷയത്തിൽ നിൻ്റെ ബോളിയാറിലുള്ള മോൾക്കും അങ്ങോട്ട് കൊണ്ടുപോയി മുദ്ദ് കൊടുക്കാം. കൊടുക്കേണ്ടത് ഫക്കീറും മിസ്കീനുമായ ആൾക്ക് മാത്രമാണ്. വേറെ 6 അവകാശികൾ ഈ സക്കാത്തിൽ വരുന്നുണ്ട്. അത് അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഓർമ്മ വരുത്താം, അറിയുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ഈ 2 ആളുകൾക്കാണ് നമ്മളെ മുദ്ദ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വേണ്ട, ഞാൻ റെക്കോർഡിങ് ആക്കുന്നതുകൊണ്ട് ഞാൻ ഫാൻ ഇടാത്തത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയും, വേറെണ്ടാന്ന് അരി വേറെണ്ടാന്നല്ലേ, അതല്ല. പിന്നെ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ? മുദ്ദ് കൊടുക്കുമ്പോൾ ഒരു മുദ്ദ് മുഴുവനായും ഒരാൾക്ക് കൊടുക്കണം. 2 ആൾക്ക് ഒരു മുദ്ദ, ഒരു നോമ്പേ പോയിട്ടില്ല എനിക്ക്, 2 അവകാശികളുണ്ടല്ലോ, 2 ആൾ വന്നിട്ട് എന്താക്കുന്നു വരൂല, എന്നാലും നമുക്ക് കൊടുക്കാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ പാതിയാക്കിയിട്ട് കൊടുക്കാം. 1 കിലോ എടുത്ത് 800-ന് 1 കിലോ തേച്ചു ആക്കിയോളും. എന്നിട്ട് 500 പിന്നെ 1/2 കിലോ ഒരാൾക്ക് 1/2 കിലോ ഒരാൾക്ക് കൊടുക്കുക. അത് മുദ്ദിൽ വീടൂല എന്നാണ്. അങ്ങനെ കൊടുത്താൽ മുദ്ദ് വീടൂല. പുതിയ മനസ്സിലായിട്ട് കേൾക്കുന്നല്ലേ? അങ്ങനെ കുറേ പഠിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി 1.5 മുദ്ദ് കൊടുത്ത ഒരാൾ, 3 മുദ്ദുണ്ടായി, 1.5 ഒരാൾക്ക് കൊടുത്ത് 1.5 ഒരാൾക്ക് കൊടുത്തു. എന്നാൽ നിൻ്റെ 1 മുദ്ദുണ്ടല്ലോ അത് വീടും. ഈ ആൾക്ക് കൊടുത്ത 1 മുദ്ദും കൂടെ, അതിൻ്റെ ഇടയിൽ 1/2 ആയില്ലേ, അത് പോയി.
അത് വേറെ തന്നെ ഒന്ന് ഒരാൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അഥവാ ഒരു മുദ്ദിനെ പകുതിയാക്കാൻ പാടില്ല, ഒരു മുദ്ദിനെ ഒരാൾക്ക് തന്നെ കൊടുക്കണം. ഇനി ഒരു 10 മുദ്ദുള്ളതിനെ ഒരേ ആൾക്ക് കൊടുക്കാമോ? അത് കൊടുക്കാം. അതേസമയം പാതിയാക്കിയിട്ട് 2 ആൾക്ക് കൊടുക്കാൻ പറ്റൂല. ഇനി 10 ഉള്ളതിനെ 5 ഒരാൾക്ക് കൊടുക്കാം, പിന്നെ 5 മറ്റൊരാൾക്ക് കൊടുക്കാം. 4.5 ഒരാൾക്കും 5.5 ഒരാൾക്കും കൊടുത്താൽ അതിൽ അര ആയ 1 അവിടെ നഷ്ടപ്പെടും കേട്ടോ. മുദ്ദ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പറഞ്ഞത്. അത് എവിടുന്ന് നമ്മൾ വന്നത് എന്ന് ഇപ്പം നമുക്ക് മറന്നുപോയല്ലോ. ഏത് വിഷയത്തിൽ നിന്നാണ് വന്നത്? അള്ളാഹു എല്ലാത്തിനും ഇളവ് റഹ്മത്ത് ഒക്കെ ചെയ്യുന്നവനാണ്. അതിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. സുബ്ഹാനല്ലാഹ്. നോമ്പിൻ്റെ കാലത്ത് തൗബയുടെയും റഹ്മത്തിൻ്റെയും വിഷയം പറയുമ്പോൾ തൗബയുടെ 3 ഷർത്ത് പറഞ്ഞ ഞാൻ 4-മത്തത് എങ്ങനെ പറയുമെന്ന് പേടിക്കുകയാണ്. കാരണം തൗബയുടെ 4-മത്തെ ഷർത്ത് അത് അതിഭയങ്കരമായ ഷർത്താണ് കേട്ടോ. നമ്മളെ നാവുന്ന് ഏതെങ്കിലും ഒരാളെക്കുറിച്ച് വേണ്ടാത്തത് വന്നാൽ അതെന്താണ്? ഓൾ അങ്ങനെ, ഓക്ക് എത്ര ചെല്ലിങ്ങ് ഭാഷയില്ല എന്ന് പറഞ്ഞാൽ അവളെ വിഷയം ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ എന്ത് എന്ന് കേൾക്കും. അറിയാലോ ഇന്നലെ നടന്നത്, നാട്ടിൽ ഇടിയറിഞ്ഞനല്ലോ. അത് അറിയിക്കേണ്ട ഒരു പണി നിനക്ക് അല്ല ഏൽപ്പിച്ചിനോ? നീ പോയിട്ട് അവളെ ഐബ് പറഞ്ഞു. അതിനെന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതിന് എന്താണ് മരുന്ന്? തൗബ പോരാ, ഓളോട് പോയിട്ട് പറയണം. ഒരു പെണ്ണ് പൊരൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിൻ്റെ മാപ്പിളിനോട് പറയുന്ന ആ പോരയിലത്തെ ആ പെണ്ണ് അത് അവൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവളെ കൊല്ലണാഞ്ഞി എന്നിങ്ങനെ പണ്ടേക്ക് മനസ്സിൽ പറഞ്ഞതാണ്. ഇത് മെല്ലെ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ തല വെച്ചിട്ട് ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ വരയിലത്തെ നമീമത്തുകാരിയായ പെണ്ണ്. ചില ആൾക്ക് അങ്ങനത്തെ ഒരു സുഖം, ഒരാൾക്ക് ബീഡി വലിക്കുന്ന സുഖം അല്ലേ പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് വലിച്ചിട്ട് കൊണ്ടുപോയിട്ട് വേറെ ജാഗയിൽ ഊതുന്ന ഒരു ഊതൽ. ചില ആൾക്ക് അങ്ങനത്തെ സുഖം. അപ്പുറത്തെ വരയിൽ മുണ്ടുന്നേനെ മെല്ലെ കാതി വെച്ചിട്ട് ആ ജനലിൻ്റെ ഇടയിൽ കേട്ട ആ സൗണ്ടിനെ താക്കോൽ ദ്വാരത്തിലൂടെ ഓള ദ്വാരത്തിലേക്ക് ഓളെ ചവിട്ടിൻ്റെ ഒട്ടക്ക് കേട്ടതിനെ അവിടുന്ന് മെല്ലെ നടന്ന് മെല്ലെ മെല്ലെ വളയപ്പാറ്റ് ഉണ്ടായിനെ ഓള അവിടെ എന്നെ തീരട്ടെ ഞാളാപ്പ പിന്നെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇരുട്ടത്ത് മെല്ലെ പോയിട്ട് പിറ്റേന്ന് കാലത്താവോൾ കാക്കുന്നത്. എന്നിട്ട് ഒരു പോക്ക് പോയി. എങ്ങനെയുണ്ട് വിഷയമല്ലോ? നിങ്ങൾ ഓരോന്ന് ചൊടിയുണ്ടാ? അല്ല ഞാനിങ്ങനെ ഇല്ല ചപ്പല പോകാൻ വേണ്ടി പോയിട്ട് വരുമ്പോൾ നിങ്ങളെ കൊല്ലണോ എന്ന് ചൊല്ലിക്കൊണ്ടാ ഞാൻ. അപ്പം അപ്പുറത്ത് മോനണിച്ച് അവിടെ ചോറ് വെച്ചോണ്ടായ ചെറിയ കിട അണിച്ച് എൻ്റെ ഉമ്മാനെ കൊല്ലാൻ ആ ഉമ്മ പറഞ്ഞോ? നിങ്ങൾ കേട്ടണ? അല്ല ഞാൻ എൻ്റെ ഭായിന്ന് വീണത്. ഞാൻ പിന്നെ ആരോട് പസാതൊന്നും പറയലില്ല. അവർ കത്തിയെടുത്തോണ്ട് പോയല്ലേ, കൊത്തിയിട്ടില്ല മാത്രം, ബണ്ണയും കത്തിയെടുക്കുന്നത്. എന്നിട്ട് പോയിട്ട് അവിടെ കൗജിയാക്കിയിട്ട് ഈ പോരയും ആ പോരയും തമ്മിലുള്ള നല്ല ബന്ധം അവസാനിച്ചു. ബായിന്ന് വരുന്ന ഗീബത്തുണ്ടല്ലോ, അതിനേക്കാളും 100 ഇരട്ടി ശിക്ഷയുള്ളതാണ് നമീമത്ത്. ഒളിച്ചിട്ട് ഒരാൾക്ക് കേൾക്കാത്തതിനെ നമ്മളെ വക വേറെ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, അയാൾ നമ്മളോട് വേറെ ആളെക്കുറിച്ച് കുറേ പറയും, അതിനെ ഈല കേട്ടിട്ട് അയില വിടുക. ഇതാണ് നമ്മളെ ദീനിനും സലാമത്ത്, തടിക്കും സലാമത്ത്. നല്ല നമ്മളെ തലക്ക് വരും ലാസ്റ്റ്. ചില ആളെ മൊബൈലിൽ റെക്കോർഡിങ് ഉണ്ടാവും, ചില ആൾ മെസ്സേജ് നമുക്ക് വോയിസ് ആയിട്ട് അയക്കും. മറ്റവനിങ്ങനെ അവന് ബക്കം കയല്ല, അവനെ ഇവിടുന്ന് പായിക്കണം, അങ്ങനത്തെ പാടില്ലല്ലോ അങ്ങനെ ആക്കൽ, അവനെ പായിക്കണം എന്ന് പറഞ്ഞതായൊരു വോയിസിനെ ഉടനെ ഫോർവേഡാക്കി അവന് എത്തി. അപ്പം അവന് ചൊടി വന്ന് അവർ തമ്മിൽ തെറ്റി. ഇതിനെയാണ് നമീമത്ത് എന്ന് പറയുന്നത്. 2 ഖബറുകൾ ശിക്ഷിക്കപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ടിട്ട് അതിൽ ഖബറിൽ ശിക്ഷയുണ്ടെന്നും പറഞ്ഞത്, ഒന്ന് ശരിക്ക് നജസ് വൃത്തിയാക്കാത്ത മൂത്രം ശരിക്ക് കവാത്ത ആളും, മറ്റൊന്ന് നമീമത്തുകാരിയായ പെണ്ണുമാണ്. ഏഷണി, പസാദ്, പിത്തിനെ എന്നെല്ലാം പറയുന്ന ആ സംഗതി. അതേസമയം ഫസ്റ്റ് പറഞ്ഞ ഗീബത്ത് ഉണ്ടല്ലോ, അതും ഭയങ്കര തന്നെയാണ്. ഗീബത്ത് ഭയങ്കര തന്നെയാണ്. അത് അശദ്ദു മിന സിന എന്ന് ഹദീസുണ്ട്. സിന ചെയ്യുന്ന, അത്യാചാരം, വ്യഭിചാരം, വേറെ ഒരാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടത്തുന്ന വലിയ വൃത്തികെട്ട സംഗതിയേക്കാൾ കുറ്റമുള്ളതാണ് വേറൊരാളെക്കുറിച്ച് വേണ്ടാത്തത് പറയാൻ. പക്ഷേ
അതിൻ്റെ നൂറരട്ടിയോ അതിൻ്റെ എത്രയോ ഇരട്ടിയോ വലുതാണ് ഏത്? നമീമത്ത്. ഈ മസ്അലയിൽ നിങ്ങൾക്കറിയാത്തൊരു മസ്അല കൂടി ഞാൻ പറയാം. അറിയുന്ന മസ്അല തന്നെ ആയിരിക്കും, അങ്ങനെ പറയുമ്പോൾ അണക്കൊരു സുഖം. നിങ്ങളറിയാത്തതെന്ന് പറയുമ്പോൾ അണക്ക് ഞാൻ വലിയായില്ലേ എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരൊരു സന്തോഷമായില്ലേ? എന്താണ് അറിയാത്തത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസുകൾ വിശദീകരിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ഗീബത്ത് ബായിന്ന് ബന്നോന്നെയാണ് അല്ലേ? അറിയാതെ ബന്നോന്ന് ഒരാളിങ്ങനെ പറയുമ്പോൾ നമ്മൾ തലണ്ടാല ഒക്കു അത് എന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു പോകുന്നു നമ്മൾ. അത് നമ്മളെ ബായിന്ന് അറിയാതെ വരുന്നതാണ്. അപ്പം അത് ചെറുദോഷത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. വലിയ വലിയ ഗീബത്തല്ല, ചെറിയ ചെറിയ വിഷയത്തിലെല്ലാം മൂളിത്തെല്ലാം കൊടുക്കുന്ന ചെറിയ ചെറിയ ഗീബത്തെല്ലാം ഉണ്ടല്ലോ, ഫസാദ് പറയുമ്പോൾ ഇരുന്നിട്ട് കൊടുക്കുന്നതെല്ലാം അതിനെ ചെറുദോഷത്തിൽപ്പെടുത്തും. എപ്പോഴും ഇരുന്നാൽ അത് വലുദോഷമാവും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ പറയുമ്പോൾ കൈനത്ര ഗീബത്ത് പറയുന്ന ആൾ വരുമ്പോൾ നമ്മൾ അവിടുന്ന് മാറി നിൽക്കണം. എവിടെയെങ്കിലും ഒന്ന് അതിന് നമ്മൾ മൂളിക്കൊടുക്കുകയോ ഒരു വാക്ക് ഏറെ പറയുകയോ നമുക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും കുറവ് പറയുകയോ ചെയ്താൽ അതിന് അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക, അവനോട് മാപ്പ് ചോദിക്കുക, അങ്ങനെ തീരും, ചെറുദോഷമാണ്. അതേസമയം നമീമത്തോ അത് പ്ലാനാക്കിയിട്ട് അവൻ ടാർജറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സംഗതിയാണ്. കൊടുക്കണോ, ഓനെ അവിടെയും തമ്മിൽ കെണിക്കണോ, തല്ലാവണോ, അവർ തെറ്റണോ, അവൾക്ക് അത്ര അഹങ്കാരമുണ്ട്, അവളോടുള്ള ദേഷ്യവും അവളോടുള്ള അവർ തമ്മിൽ സന്തോഷത്തിൽ കാണുന്നതിൻ്റെ ഹസദ്, നഞ്ചി എല്ലാം അതിലുള്ളത് കൊണ്ട് നമീമത്ത് വലിയ തെറ്റാണ്. അത് വന്തോഷങ്ങളിൽപ്പെട്ടതാണ്. ഇത് രണ്ടിനും മരുന്ന് പൊരുത്തപ്പെടിക്കലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഹദീസിൻ്റെ വായിക്കാൻ ഞാൻ സമയത്രായി നോക്കട്ടെ, അങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറാവാനുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? 1 മണിക്കൂറായപ്പാ. നമ്മൾ 10:15 തുടങ്ങിയത് 11:15 അപ്പോൾ 1 മണിക്കൂറല്ലേ? ഉസ്താദിന് നോമ്പ് നല്ലോണം പിടിച്ചിനും തോന്നുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കുറച്ചുകൂടി പറയാം. നമ്മൾ 12 മണി വരെ എന്ന് എൻ്റെ ബായിന്ന് വീണല്ലോ ഇന്നലെ, അത്രയൊന്നും പോകില്ല കേട്ടോ. ഒരു 11:30 ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അള്ളാഹു മനുഷ്യരെ അവൻ്റെ മഹ്ശറ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ടോ ആളുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, അതാ എല്ലാവരും തുണിയില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെട്ട കഷണമെല്ലാം തിരിച്ചു വന്ന രൂപത്തിൽ, അതേ മിണ്ടാൻ പറ്റാത്ത വായ അടഞ്ഞു പോയ പോലെ അവർ വരും. അവർക്ക് മിണ്ടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അള്ളാഹ് പറയും, അനൽ മലിക്, ഇന്ന് ഞാനാണ് രാജാവ്. അള്ളാഹു നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഞാൻ ഇന്ന് രാജാവാണ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മളെ മക്കളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഇത് വേറെ ഏതോ ചരിത്രമല്ല ഈ പറയുന്നത്. ഈ പാവപ്പെട്ട ഞാനും എനിക്ക് ജനിച്ച മക്കളും എൻ്റെ ഉമ്മയും ഉപ്പയും ഞാൻ പഠിപ്പിച്ച എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ശിഷ്യഗണങ്ങളും എല്ലാവരുമുള്ള യഥാർത്ഥ റിയലി ഒരവസ്ഥയാണ്, സത്യമായ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അള്ളാൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹ് പറയും, ഞാൻ രാജാവാ, അനദ്ദയ്യാൻ, എല്ലാം നിയന്ത്രിക്കുന്ന മേലാളൻ ഞാനാണ്. ലാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളൊക്കെ കുറേ ഇബാദത്ത് ചെയ്ത് സ്വർഗ്ഗക്കാരായിരിക്കും. ഐ യദ്ഖുലൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ യാതൊരു തരവുമില്ല. എങ്ങനെ? ഇനി നരകത്തിൽ കടക്കുന്ന ആളായാലും അവനും നരകത്തിലേക്ക് പോകാൻ ഞാൻ വിടൂല. ബിമദ്ലിമത്തിൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ഹക്ക് പൊരുത്തപ്പെടിക്കാനോ എന്തെങ്കിലും കടം വാങ്ങിയത് കൊടുക്കാനോ ഉണ്ടെങ്കിൽ അവനെ ഞാൻ പോകാൻ സമ്മതിക്കില്ല. സ്വഹാബികളെല്ലാം പേടിച്ച് വിറച്ചു പോയ ഹദീസാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അന്ന് കൊടുക്കാനുള്ള കടം കൊടുക്കാതെ പോയാൽ എങ്ങനെയാണ് അവിടെ കടം വീട്ടുക? ഞങ്ങൾ ഉറാത്തൻ, തുണി പോലുമില്ലാതെ അല്ലേ ആകാശത്തെ അള്ളാൻ്റെ ഭൂമിയിൽ നിന്ന് അവൻ്റെ മഹ്ശറ ഭൂമി എവിടെയാണോ അവിടേക്ക് പോയിട്ടുള്ളത്. എന്ത് കൊടുക്കും? അപ്പം പറയുകയാണ്, ബിൽ ഹസനാതി വസ്സയ്യാത്ത്, നല്ല അമലുകൾ ഉള്ള മനുഷ്യന് അവൻ്റെ അമലിനെ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി കൊടുക്കും. നമ്മൾ ചെയ്ത അമലിനെയാണ് ഇവിടുത്തെ പൈസയാക്കി മാറ്റുന്നത്. ഇപ്പോൾ
പൈസ പണ്ടത്തെ പോലെ പൈസ അല്ല. ഇപ്പോൾ ഒരാളെ കയ്യിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് കയ്യിൽ കാണൂല. ഗൂഗിൾ പേ, ഫോൺ പേ എന്നെല്ലാം പറഞ്ഞ് ഒരു മെസ്സേജ് പോകുമ്പോൾ നമ്മളെ പൈസ അവിടേക്ക് പോകും. മുമ്പ് സുള്ളിയത്തൊരാൾക്ക് നമ്മൾ പൈസ കൊടുക്കണമെന്ന് കാലത്തെ പോകണം. പൈസ കൊടുക്കാനുണ്ടെങ്കിൽ കാലത്തെ പോയിട്ട് ഉച്ചാകുമ്പോൾ എത്തിയിട്ട് കൊടുത്തിട്ട് വരുമ്പോൾ വരുന്ന ഇടിയ പോവും. നമ്മൾ ഇപ്പോൾ നിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഏത്, അയച്ചു കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ ചെയ്ത ഈ അമൽ അവിടെ അള്ളാഹു നമ്മിൽ നിന്ന് പുറത്തേക്ക് വിഡ്രോ ചെയ്യുന്നത് അവർക്ക് കൊടുക്കാനുള്ള പൈസയായിട്ടാണ്, അവനെ തച്ചതിനുള്ള നഷ്ടപരിഹാരമായിട്ടാണ്. നമ്മൾ നോക്കിയ നോമ്പ്, നമ്മൾ നിസ്കരിച്ച തഹജ്ജുദ്, നമ്മൾ പോയ ഹജ്ജ് യാത്രകൾ, നാം ചെയ്ത സ്വതക്കകൾ, അതെല്ലാം നാം ഗീബത്ത് പറഞ്ഞ, നാം തമ്മിൽ മുട്ടിച്ച, എന്ത് രസമായിരുന്നു ഒരാളെ തമ്മിൽ തെറ്റിച്ചിട്ട് അയാളാ നിഅമത്തില്ലാതാക്കുമ്പോൾ. അമ്മായിയും മരുമോളും നല്ല സ്നേഹത്തിൽ കാണുമ്പോൾ മറ്റേ വീട്ടിലെ അല്ലെങ്കിൽ ആ വീട്ടിലെ തന്നെ മറ്റൊരുവൾക്ക് വലിയ അസൂയയായിരുന്നല്ലോ. അവർ തമ്മിൽ തെറ്റിക്കാൻ മരുമോള് വീട്ടിൽ പോയപ്പോൾ അടുത്ത് കൂടിയിട്ട് എന്തൊരു സ്നേഹമാണ് കാണിച്ചത്. അമ്മായിൻ്റെ തലനെ പുണ്ണാക്കി വിട്ടില്ലേ. അവളെ നമ്പണ്ട, അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് വേറെ ഓരോ ചിന്തകളാണ് നിങ്ങളോട് എന്ന് പറഞ്ഞ് സ്നേഹത്തെ കെടുത്തിയില്ലേ. ഇത് നമീമത്താണ്. ഇതിന് പകരമാം പാവപ്പെട്ട മരുമോളെ ജീവിതം പോയില്ലേ. ഭർത്താവിൻ്റെ ഒന്നിച്ച വീട്ടിൽ കഴിയാൻ കഴിയാതെ ഉമ്മാൻ്റെ പുരക്ക് അവളെ പോയിക്കേണ്ടി വന്നില്ലേ. അമ്മായും മരുമോളും കളാട്ടായപ്പോൾ പാവപ്പെട്ട പുതിയാപ്പിളക്ക് ആരെ കൂടെ നിൽക്കണമെന്നറിയാതെ അവൻ ബേജാറായില്ലേ. കെട്ടിച്ച് വീട്ടിൽ പോയിട്ട് മാപ്പിളച്ചോറ് തിന്നാൻ കഴിയാതെ വയ്ക്കാൻ കഴിയാതെ ഉമ്മാൻ്റെ വീട്ടിൽ കൊല്ലങ്ങളോളം ഒരു പൊരയാകുന്നത് വരെ ഇരുന്നിട്ട് നരകത്തിയിൽ കഴിഞ്ഞ ആ പെണ്ണിൻ്റെ വേദനക്ക് പകരം നിന്റെ ഹജ്ജ് മതിയാവില്ല, നിന്റെ 30 ദിവസത്തെ നോമ്പ് മതിയാവില്ല, നിന്റെ പാതിരാത്രികളിലെ നിസ്കാരവും കരച്ചിലും കയ്യിലെ തസ്ബീഹ് മാലയും ഒരു പക്ഷേ മതിയായെന്ന് വരില്ല. അവസാനം എല്ലാം കൊടുത്തിട്ടും നമ്മളെ തെറ്റവിടെ തീരുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട മരുമോളുടെ കണ്ണീരിന് പകരം ഈ നമീമത്ത് ഫസാദാക്കിയ ഉമ്മാക്ക് എന്താണ് ഇനി കൊടുക്കാനുള്ളത്? അമലൊക്കെ തീർന്നു. അപ്പം മരുമോള് ചില തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അവളെ തെറ്റ് ഇങ്ങോട്ട് ഈ ഫസാദിൻ്റെ പെണ്ണുങ്ങളെ തലക്കിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കയ്യിൽ നിന്നെല്ലാം അമൽ തീർന്നും ചെയ്ത് അവസാനം കുറേ ലഗേജ് ഇങ്ങോട്ട് വന്നു. നമ്മളെ തൂക്കാനുണ്ട്. നമ്മളെ അമൽ തൂക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചാൽ എന്ത് നടക്കും? നമ്മളെ അമലിനെ വെച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ ചെയ്ത തെറ്റ് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് തെറ്റേ ചെയ്തിട്ടുള്ളൂ, അമൽ കുറേ ചെയ്തിരുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇത് സംഭവിച്ചതെന്താ? അമലൊക്കെ വേറെ ആൾ കൊണ്ടുപോയി, വേറെ ആൾ ചെയ്ത തെറ്റുകൾ നമ്മളെ തലയിൽ കൊണ്ടുവന്ന് വെച്ചു. കൊണ്ടുപോയി തൂക്കുമ്പോൾ ഒരു തട്ട് മാത്രമേ തൂങ്ങുന്നുള്ളൂ, മറ്റേ തട്ടിൽ വെക്കാനൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ പാപ്പരത്തം, ഏറ്റവും വലിയ ദാരിദ്ര്യം കൈ വലഞ്ഞു പോവുക, മുടിഞ്ഞു പോവുക. മുടിയെന്ന് പറയുന്നില്ല, ചില ആൾ കച്ചവടമാക്കിയിട്ട് മുടിഞ്ഞു പോയി. ഓന് എന്തുമില്ല, കടത്തിൽ മുങ്ങിപ്പോയി, കുറേ ലക്ഷം പൈസ ഉണ്ട്, അതിന് കച്ചവടത്തിന് ഇട്ടിട്ട് നഷ്ടം വന്നിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് നഷ്ടം വന്നിട്ട് കടത്തിലാണ്, കോടിക്കണക്കിന് കടത്തിലാണ്. ഇവനെയാണ് ഭൂമിയിൽ മുഫ്ലിസ് അഥവാ ജപ്തി വന്നവനെന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹാബ, ജപ്തിയായവനെന്ന് പറഞ്ഞാൽ ആര്? കടം കയറിയിട്ട് കുടുങ്ങിയവന്? അല്ല, പലർക്കും പല ബുദ്ധിമുട്ടുകളാക്കി, കുറേ ആളെ തല്ലി, കുറേ ആളെ ചീത്ത പറഞ്ഞ്, ചില ആളെ മെല്ലെ ഉള്ളിലെ എതിർന്ന് ചിരിച്ചിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ നമീമത്താക്കി, എതിർന്ന് ചിരിച്ചിട്ട് ബാക്ക് മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു. ഇങ്ങനെയെല്ലാം ചെയ്ത ആളുകൾ സുബ്ഹാന റബ്ബി, അവരെ അവസാനം കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരും ഓടി വരികയാണ്. യാ റബ്ബി ശത്തമനി ഹാദാ, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ദുനിയാവിൽ, ഒന്നും അവിടെ തിരിച്ചെടുക്കാതെ വിടൂലാണ്. എല്ലാത്തിനെയും അള്ളാഹ് അവിടെ വെക്കുകയാണ്. നമ്മൾ മറന്നാലും നമ്മളെ രേഖപ്പെടുത്തിയ കിതാബിൽ അതുണ്ടാവും, അള്ളാഹ് മറക്കൂല. പക്ഷേ നാം പൊരുത്തപ്പെടിക്കാൻ കഴിയാതിരുന്നാൽ എന്ത് ചെയ്യും?
അതിന് മരുന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് നിർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ ബേജാറിൽ, ഈ റഹ്മത്തിൻ്റെ പത്തിൽ ബേജാറിൽ വിട്ടാൽ പറ്റൂലല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങനെ കിട്ടും? സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി. ഒരു മനുഷ്യന് പൊരുത്തപ്പെടിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരുപാട് ബേജാറാക്കിയ മരുമോള് ബേജാറ് പിടിച്ച് മരിച്ചുപോയി. ഇതെങ്ങനെ പൊരുത്തപ്പെടിക്കുന്നത്? നമ്മൾ അവൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. ഇത് ചിലപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്താനുള്ളൊരു ചാൻസ് മാത്രമാണ് പറയുന്നത്. ഉമ്മാടുപ്പാടും ചൊടിച്ചിട്ട് നിന്ന മനുഷ്യൻ ഉപ്പ മരിച്ചിട്ടാകുമ്പോൾ പോലും വന്നിട്ടില്ല. അവന് മരുന്ന് കിതാബിൽ പറയുന്നുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ശരിക്കും ദുആ ചെയ്യുക. എന്നാൽ ആ ദുആ പോയിട്ട് ഉപ്പ വലിയ അമല് ചെയ്ത ആളെ പോലെ ആയി മാറും. നമ്മൾ ചെയ്യുന്ന ദുആ എല്ലാവർക്കും അമലായിട്ട് പോവും. അവസാനം ആഖിറത്തിലേക്ക് വരുമ്പോൾ, മോനെ മോശമില്ല, നീ അനക്ക് പെരുത്ത് തന്നിട്ടുണ്ട് ഖബറിലേക്ക് എന്ന് ഉപ്പ പറയും. ഗുണം ചെയ്ത മകനായി അള്ളാഹു അവനെ രേഖപ്പെടുത്തൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ മരിച്ചുപോയ മരുമോൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. നീ കുറേ ആളെ പൈസ കട്ടിന്, അതിപ്പോൾ പറഞ്ഞാലോ കേസാവും. ചെറുപ്പത്തിൽ കുറേ കട്ടിന്, ഇപ്പോൾ വയസ്സായപ്പോൾ പോയിട്ട് പറഞ്ഞാൽ ആകെ എല്ലാം പുള്ളിമാറ ചള്ളിമാറ ഇടയിൽ ഇപ്പം ആകെ ബേജാറാവും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. എന്താ ഇപ്പം ചെയ്യുക? നീ പടച്ച റബ്ബിനോട് കൈ ഉയർത്തി, ഞാൻ ആർക്കെല്ലാം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ റബ്ബേ, ആഖിറത്തിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എന്നെ നീ ഫിത്നാക്കല്ല റബ്ബേ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യ്, എനിക്കും റഹ്മത്ത് താ, അവർക്കും സമ്പത്ത് കൊടുക്ക്, എനിക്കും സമ്പത്ത് താ, അവരെയും നീ നന്നാക്ക്, ഞങ്ങളെയും നന്നാക്ക്, അവരെ മക്കളെയും നീ വലിയ പദവിയിലേക്ക് എത്തിക്ക്, എനിക്കും അത് താ. അങ്ങനെ നമുക്കെന്തെല്ലാം ദുആ ചെയ്യുന്നോ അതെല്ലാം അവർക്കും കിട്ടാൻ നല്ല മനസ്സോടെ ദുആ ചെയ്താൽ അവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. വറഹ്മതി വസിയത്ത് കുല്ല ശൈഅ. എൻ്റെ റഹ്മത്ത് അതെല്ലാവർക്കും വിശാലമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലം. എങ്ങനെ? അള്ളാഹിൻ്റെ ദേഷ്യവും അള്ളാഹിൻ്റെ സ്നേഹമെന്ന റഹ്മത്തും കൂട്ടിയാൽ, അത് തൂക്കിയാൽ കൂടുതലുള്ളത് റഹ്മത്താണ്. റബ്ബിൻ്റെ റഹ്മത്ത് ഒരാൾ ആഗ്രഹിച്ചാൽ ഒരൊറ്റ മനുഷ്യനും അവൻ നരകത്തിൽ കടക്കുമെന്ന് ചിന്തിക്കേയില്ല. അത്രക്ക് വലിയ റഹ്മത്തുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ കൊതിക്കാനുള്ള സമയമാണ്. റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യനും ആശ വെടിയരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിൻ്റെ ഉമ്മാക്ക് നിന്നോട് സ്നേഹമില്ലേ? നിൻ്റെ ഉമ്മ നിന്നെ തീക്ക് കൊണ്ടുപോയിട്ടിടുവോ? ഇല്ല. നിൻ്റെ ഉമ്മ നിന്നെ കൊല്ലുമോ? ഇല്ല. നിൻ്റെ ഉമ്മ നിന്നെ കത്തിവെച്ചിട്ട് അറക്കുവോ? അല്ല. നിന്നെ ദാരിദ്ര്യത്തിലാക്കോ? നിന്നെ തീൻ്റെ കുണ്ടിലേക്കിടോ? ഒരിക്കലും ഉമ്മ ഇടൂല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഓടി വരികയാണ്. സ്വഹാബികളെ കയ്യിലുണ്ടായിരുന്നു കുഞ്ഞ്, യുദ്ധത്തിനോ മറ്റോ വന്ന ഉമ്മയാണ്. കിടാവിനെ തേടി ആ ബൊബ്ബയിട്ടിട്ട് ഒച്ചത്തിൽ കരഞ്ഞിട്ട് ഓടി വന്നിട്ട് കുട്ടിയെ അതാ നെഞ്ചോട് ചേർത്ത് മുലപ്പാൽ കൊടുക്കുന്നൊരു ഉമ്മാനെ ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ള ചോദിച്ചു, അത്തറൗന ഹാദിഹി താരിഹത്തം വലദഹാ ഫിന്നാർ. ഈ പെണ്ണായ ഈ ഉമ്മ ഓൾക്ക് ജനിച്ച അവളുടെ പാതിയായ ആ കിടാവിനെ ആ നരകത്ത് തീൻ്റെ കുണ്ടിലേക്ക് ഇടുമോ എന്ന് ചോദിച്ചു. സ്വഹാബികൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല. എന്നാ കേട്ടോ, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ ഉമ്മ മകളോട്, മക്കളും ഈ മോനോട് എത്ര കാരുണ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ കാരുണ്യം നമ്മൾ ഓരോരുത്തരോടും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനുണ്ട്. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ബിവലദിഹാ. ഉമ്മ മക്കളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ കൂടുതൽ എൻ്റെ റബ്ബിന് എന്നോട് കാരുണ്യമുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു തെറ്റുകാരനാണെന്ന് അള്ളാൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നമുക്ക് നാണം വരണം. ഭൂമിയിലേക്ക് നോക്കണം. ആദം നബി 300 കൊല്ലം മുകളിലേക്ക് നോക്കിയിട്ടില്ല എന്നാണ് ബേജാറിൽ. അതൊക്കെ വേണം. എന്നാലും നമ്മളെ മനസ്സിൽ വേണം, നമ്മളെ ഓടിക്കൂല. നമ്മളെന്താ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്നേഹമുള്ള ഉമ്മ ഏടക്ക് പോയി തരുന്ന, നിനക്ക് ചോറ് തരൂല,
എന്ന് പറയുന്നതല്ലാതെ ചവിട്ടൂല. പാഞ്ഞിട്ട് പോയ ആൾ 30 കൊല്ലം കഴിഞ്ഞിട്ട് ബൈക്ക് വന്നെങ്കിൽ കുറേ തയ്ക്കും, എന്നിട്ടൊരു കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചൽ കരയും ആ ഉമ്മ. 30 കൊല്ലം ഉമ്മാനെ നോക്കാത്ത മോന് തിരിച്ചു വന്നാൽ കത്തിയെടുത്തിട്ട് കൊത്തോ? ഒരിക്കലുമില്ല. കുറച്ച് നേരം ചൊടിച്ച പോലെ ആക്കും, എന്നിട്ട് കുറച്ച് തയ്ക്കും, നമ്പലാവാത്ത തല്ല്, എന്നിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം പിടിക്കും. ഒരു മൂമിനായ മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ ഓടിപ്പോയ മകൻ തിരിച്ചു വന്നതുപോലെ അള്ളാഹ് സന്തോഷിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കട്ടെ. അല്ലാഹു നമുക്കും നൽകട്ടെ. റബ്ബിൻ്റെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ എനിക്കാരുമില്ല റബ്ബേ, നീയല്ലാതെ എന്നെ അറിയുന്ന സ്നേഹിക്കുന്ന ഒരാളുമില്ല, എനിക്കാരെയും നമ്പാൻ പറ്റില്ല, എല്ലാവരും എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്. അത് എന്തിനോ ആണ് എന്നെ നീ സ്നേഹിക്കുന്നത്? നിനക്ക് ഞാൻ ഒന്നും ചെയ്തു തരാനില്ല, എന്നിട്ട് റബ്ബാകുന്ന നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയല്ലാതെ എനിക്കാരുമില്ല അല്ലാ. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അവർക്കൊക്കെ സ്നേഹം കൃത്രിമമാണ്. എൻ്റെ സൗന്ദര്യം പോയാൽ, എൻ്റെ സ്വത്ത് പോയാൽ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം അറിയൂ അവരുടെ ഉള്ളിലുള്ള സ്നേഹം. എല്ലാ സ്നേഹത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങളുണ്ടാവും. എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മ, എൻ്റെ വിഷയം പറഞ്ഞ പോലെ ഉമ്മാക്ക് എപ്പോഴും സ്നേഹമല്ലേ, അതിൻ്റെ എത്രയോ 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 കോടി ഇരട്ടി എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കുന്നത്. റബ്ബിന് ഞാൻ ചെയ്യുന്ന ഇബാദത്ത് കണ്ടിട്ടാണോ? ഇബാദത്തിന് എത്ര ചെയ്താൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഏറാനുണ്ടോ? ഒരാൾ തെറ്റ് ചെയ്തിട്ട് ജീവിച്ചാൽ എന്തെങ്കിലും കുറയാനുണ്ടോ? റബ്ബ് എന്തിനാ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അവൻ്റെ സ്നേഹമാണ് ജനുവനായ സ്നേഹം, അവൻ്റെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. എല്ലാവരും മരിച്ചാൽ നമ്മളെ കൈവിട്ടില്ലേ? മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മളെ കിടത്തുമോ? നമ്മളുണ്ടാക്കിയ വീട്ടിൽ നമുക്ക് പിന്നെ സ്ഥാനമുണ്ടോ? നമ്മൾ വാങ്ങിയ കാറിന് നമ്മൾ അവകാശിയാണോ? നമ്മൾ കയ്യിലും കാതിലും അണിയുന്ന സ്വർണം പിന്നെ നമുക്കാരെങ്കിലും അണിയിക്കുമോ? നമ്മൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. ആ വാക്ക് മാറ്റണം. നമുക്ക് നമ്മളെ റബ്ബല്ലാതെ വേറെ ഇല്ല. അത് ആ മരിച്ച സമയത്ത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഇല്ല. നമ്മളൊരു കൈ അനക്കണമെങ്കിൽ എൻ്റെ റബ്ബ് തരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് തരുന്ന എന്ത് നന്മയായാലും, നമുക്കെന്തെങ്കിലും ബേജാറ് ഇടയ്ക്കിടയ്ക്കുള്ള തരുന്നുണ്ടെങ്കിൽ അതും, ഇതൊക്കെ റബ്ബ് എന്തോ നല്ലത് കണ്ടിട്ടാണ്. കാരണം എൻ്റെ ഉമ്മാനേക്കാൾ ഉള്ളവനാണ് റബ്ബ്. അപ്പം പിന്നെ റബ്ബ് എനിക്ക് രോഗം തന്നത് അതിലെന്തോ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. എന്തുള്ളത് എന്ന് അങ്ങനെ ചോദിച്ചുകൂടാ. റബ്ബിനെ ചീത്ത പറയുന്ന ഒരു രോഗിയും ഉണ്ടായിക്കൂടാ. റബ്ബിനെ കുറവാക്കുന്ന ഒരു മുസീബത്തുകാരനും നല്ലവനല്ല. റബ്ബ് എന്തു തന്നാലും അതിലൊക്കെ ഗുണമുണ്ട് കേട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാ അള്ളാഹ്. ഈ റമദാനിൽ നിങ്ങളെ വീടുകളിലേക്ക് നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ് തൗബക്ക് വരും ഇൻഷാ അള്ളാഹ്. അടുത്ത സാറ്റർഡേ, ഈ വരുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഓരോ വീട്ടിൽ വരും. അപ്പോഴൊക്കെ നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. 4 ഷർത്തും പൂർത്തിയാക്കണം. എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയുള്ള തൗഫീക്കിന് എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളും അത് ചെയ്യണമെന്ന് ഞാൻ ദീനിൻ്റെ പേരിൽ, അള്ളാഹുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വസിയത്ത് ചെയ്ത് എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. നമുക്ക് വരുന്ന